നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. ഓക്കെ, ഒറ്റ ക്ലാസ് കൊണ്ട് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ ആദ്യം എന്ത് ചെയ്യാം, പറഞ്ഞു പോവാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളും അഡീഷണൽ പോയിന്റുകളും എന്ത് ചെയ്യാം, പറയാം. എന്തായാലും നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ തുടങ്ങാം. നോക്കിയോ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? ആർട്ടിക്കിൾ 12 എന്തെന്ന് വെച്ചാൽ സ്റ്റേറ്റിന്റെ നിർവചനം. നമുക്കറിയാം മൗലികാവകാശങ്ങൾ എത്ര മുതൽ, ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെ പറയുന്നു? 12 മുതൽ 35 വരെ. ഭാഗം ഏതിലാ പറയുന്നത്? ഭാഗം 3 പറയുന്നത്. അപ്പൊ 12 എന്താ പറഞ്ഞത്? സ്റ്റേറ്റിന്റെ നിർവചനം. ഈ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റേറ്റ് എന്തെന്ന് പറയാമോ? സംസ്ഥാനമല്ല, ഇന്ത്യക്കകത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് കീഴിൽ വരുന്ന എല്ലാ അധികാര സ്ഥാപനങ്ങളെയും എന്തെന്ന് പറയാം? സ്റ്റേറ്റ് എന്ന് പറയാം. എങ്ങനെ പറഞ്ഞു നോക്കാം? ഇന്ത്യ എന്ന രാജ്യത്തിന് കീഴിൽ വരുന്ന എല്ലാ അധികാര സ്ഥാപനങ്ങളെയും നമ്മൾ എന്തെന്ന് പറയും? സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, ഈ മൗലിക അവകാശങ്ങളിൽ പല ഭാഗത്തും സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഈ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ആർട്ടിക്കിൾ 12 പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത് ഏതെന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റേറ്റ്? ഇന്ത്യ എന്ന രാജ്യത്ത് കീഴിൽ വരുന്ന എല്ലാ അധികാര സ്ഥാപനങ്ങളും, ആ പോയിന്റ്, എല്ലാ അധികാര സ്ഥാപനവും. ഒന്ന്, ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സംസ്ഥാന സർക്കാരും നിയമസഭയും സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ വരൂലേ? വരും. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും, പ്രദേശത്തിന്റെ അധികാരികൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് വരൂലേ? ഓക്കെ, ഇനി പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും, അധികാരികളെന്ന് പറയുന്നുണ്ട്, എല്ലാത്തിലും അധികാരികളെന്ന് പറയുന്നത്, അതെന്താ? വരും. സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വരൂല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ വരൂല. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും വരൂലേ? വരും. അപ്പൊ സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ വരുന്നത് ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സംസ്ഥാന സർക്കാരും നിയമസഭയും വരും. ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും, പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും, പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനത്തിൽ വരുന്നു. 12 നമ്മൾ പഠിച്ച് 13 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ പ്രദേശത്ത് പ്രാബല്യത്തിൽ വരുന്ന എല്ലാ നിയമങ്ങളും പാർട്ട് 3 ഭാഗത്തിന്റെ വ്യവസ്ഥകളുമായി പൊരുത്തപ്പെടാത്തിടത്തോളം അത്തരം പൊരുത്തക്കേടുകളുടെ പരിധിവരെ അസാധുവാകും എന്ന് ഏത് ആർട്ടിക്കിൾ പറയുന്നു? അതായത് മൗലിക അവകാശത്തിനാണ് പാർട്ട് 3 പറയുന്നത്. ഈ മൗലിക അവകാശത്തിന് എതിരെ, അതിന് പൊരുത്തപ്പെടാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു നിയമം വരികയാണെങ്കിൽ ആ നിയമം എന്ത് ചെയ്യില്ല? നിലനിൽക്കില്ല. ആ നിയമം എന്തായിരിക്കും? അസാധു ആയിരിക്കും എന്ന് ഏതിലാ പറയുന്നത്? ആർട്ടിക്കിൾ 13 പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 13 പറയുന്നത്. ഓക്കെ, അപ്പൊ മൗലികാവകാശത്തിന് എതിരായി എന്ത് നിയമം നിലവിൽ വന്നാലും എന്ത് ചെയ്യാൻ പറ്റൂല? അത് നിലനിൽക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇനി മൗലികാവകാശം ഭേദഗതി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ഭേദഗതി ചെയ്യണം? ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ എന്ത് ചെയ്യേണ്ടത്? മാറ്റം വരുത്തേണ്ടത്. അല്ലാതെ നിയമം ഉണ്ടാക്കി മൗലികാവകാശങ്ങളെ എന്ത് ചെയ്യാൻ പറ്റൂല? നിർത്തലാക്കാൻ അല്ലെങ്കിൽ അതിനെ ഹനിക്കാൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. അപ്പൊ 12 എന്താ പറയുന്നത്? സ്റ്റേറ്റിന്റെ നിർവചനം. ഓക്കെ, നോക്കൂ, ഇന്ത്യയിൽ ആദ്യമായി മൗലിക അവകാശങ്ങൾ അനുവദിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച കമ്മിറ്റി? നെഹ്റു കമ്മിറ്റി. ഉറച്ചു പറ. നെഹ്റു കമ്മിറ്റി. ഏത് വർഷം? 1928. അതിന്റെ അധ്യക്ഷനാരായിരുന്നു? മോത്തിലാൽ നെഹ്റു. അതായത് പ്രസിഡന്റ് ആയിരുന്നു ആര്? മോത്തിലാൽ നെഹ്റു. അതിന് സെക്രട്ടറി ഉണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു, മകന് ആയിരുന്നു. 1928 ഓഗസ്റ്റിലാണ് നെഹ്റു കമ്മിറ്റി എന്ത് ചെയ്തത്? റിപ്പോർട്ട് വെച്ചത്. ഏകദേശം 19ഓളം പ്രധാന പോയിന്റുകളാണ് ഇതിൽ അടങ്ങിയിരുന്നത്. നമ്മൾ ഒരുപാടൊന്നും കേട്ടിട്ടില്ല, എന്നാലും ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഈ നെഹ്റു റിപ്പോർട്ടിന് എതിരായി 14 പോയിന്റ്സ്, 14 തത്വങ്ങൾ മുന്നോട്ട് വെച്ച ഒരു വ്യക്തിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, മുഹമ്മദ് അലി ജിന്ന 14 പോയിന്റ്സ് മുന്നോട്ട് വെച്ചത്
ജിന്ന. അപ്പൊ 19 തത്വങ്ങൾ മുന്നോട്ട് വെച്ചത് നെഹ്റു കമ്മിറ്റിയാണ്. അധ്യക്ഷൻ ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, അടുത്ത് മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. മദ്രാസ് സമ്മേളനം ഏത് വർഷം എന്നറിയാം? 1927 മദ്രാസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷനെ നമുക്കറിയാം, M.A. അൻസാരി. ആരായിരുന്നു? M.A. അൻസാരി. എന്താ പറഞ്ഞ? മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. അധ്യക്ഷൻ ആരായിരുന്നു? M.A. അൻസാരി. ഓക്കെ, ഇനി മൗലിക അവകാശങ്ങളെ സംബന്ധിക്കുന്ന പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. 27 സമ്മേളനത്തിലെ കാര്യം ശ്രദ്ധിച്ചോളാം. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന ഒരു പ്രഖ്യാപനം വന്നു അല്ലെ. ഇനി മൗലിക അവകാശങ്ങളെ സംബന്ധിക്കുന്ന ഒരു പൂർണ്ണ പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനമായിരുന്നു 31 കറാച്ചി സമ്മേളനം. അധ്യക്ഷനാരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു? 12 മുതൽ 35 വരെ. ഭാഗം 3 അല്ലെ. ഈ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യങ്ങൾ? അമേരിക്ക. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന ഭാഗത്തിൽ നിന്നാണ് ഇന്ത്യ എന്ത് കടമെടുത്തിരിക്കുന്ന? മൗലിക അവകാശങ്ങൾ എന്ന ആശയം എന്ത് ചെയ്തു? കടമെടുത്തിരിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടോ, നമുക്കൊരു മൗലിക അവകാശം ഹനിക്കപ്പെട്ടു. ഓക്കെ, നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റും. മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. അത് ലഭിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പറ്റും. ഓക്കെ, മൗലിക അവകാശങ്ങളുടെ കുറച്ച് വിശേഷണങ്ങളുണ്ട്, പറയാം. ഭരണഘടനയുടെ ആണിക്കല്ല്. എന്താണ് ഭരണഘടനയുടെ ആണിക്കല്ല്? മാഗ്ന കാർട്ട. പറ. മാഗ്ന കാർട്ട. എന്തൊക്കെ പറഞ്ഞു? ഭരണഘടനയുടെ ആണിക്കല്ല്, ഭരണഘടനയുടെ മാഗ്ന കാർട്ട. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ. എന്താണ്? സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മൗലിക അവകാശം ആണ്. ഓക്കെ, എത്ര മൗലിക അവകാശങ്ങളുണ്ട്? മൗലിക അവകാശങ്ങൾ എത്ര? 6 മൗലിക അവകാശങ്ങളുണ്ട്. എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 മൗലിക അവകാശങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയോ? സമത്വത്തിനുള്ള അവകാശം. ഏതാണ്? സമത്വത്തിനുള്ള അവകാശം. 2 പറ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഒന്നുകൂടെ പറ. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. 5 അല്ലേ? ഒന്നുകൂടെ ഉണ്ട്. ഏതാ? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭേദഗതിയല്ല കേട്ടോ. ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതാണ് നമ്മളെ കോടതിയിൽ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നത്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇനി 6 അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ എത്രയുണ്ട്? 6 എണ്ണം. നേരത്തെ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 7 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ സ്വത്തവകാശം എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. ഇപ്പൊ എത്രയേ ഉള്ളൂ? 6 എണ്ണേ ഉള്ളൂ. ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഓക്കെ ആണോ? ഓക്കെ. ഇനി പറയുന്നത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞത് സമത്വത്തിനുള്ള അവകാശം. ഓക്കെ, സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. എന്താണ്? 14 മുതൽ 18 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? സമത്വത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നതെന്ന് നോക്കാം. നിയമത്തിന് മുന്നിലുള്ള സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണവും. എന്താണ്? നിയമത്തിന് മുന്നിലുള്ള സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണം. ഈക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും. എന്താണ്? ഈക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. മലയാളത്തിൽ പറഞ്ഞു നോക്കിയേ.
നിയമത്തിന് മുന്നിലുള്ള സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണവും. ഓക്കെ ആണോ? ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയേ. ഈക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും. ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ഈക്വാലിറ്റി ബിഫോർ ലോ ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടൻ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം അമേരിക്കയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അമേരിക്കയിൽ. അപ്പൊ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന ആശയം ബ്രിട്ടൻ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് വെച്ചാൽ അമേരിക്ക. എന്താ ഈക്വാലിറ്റി ബിഫോർ ലോ? നിയമത്തിന് മുന്നിൽ എന്താണ്? എല്ലാവരും തുല്യരാണ് അല്ലെ? നിയമത്തിന് മുന്നിലുള്ള തുല്യതയാണ് പറയുന്ന എന്തെന്ന് പറയുന്ന നിയമത്തിന് മുന്നിലുള്ള സമത്വം. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്നു. നിയമം മുഖേന തുല്യ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു. ചില സാഹചര്യങ്ങൾ നമ്മൾ നിയമം മൂലം തുല്യ സംരക്ഷണം നൽകേണ്ടി വരും. തൊഴിലിടങ്ങളിൽ ഇപ്പോൾ നോക്കിയോ, ഒരു പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നു. അവിടെ എന്ത് ചെയ്യണം? സ്ത്രീകളെ എങ്ങനെ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അപ്പം ചില നിയമങ്ങൾ മൂലം അവർക്ക് എന്ത് ചെയ്യണം? ഒരു സംരക്ഷണം നൽകണം. അതാണ് പറയുന്ന നിയമം മുഖേന തുല്യ സംരക്ഷണം. അപ്പൊ ആർട്ടിക്കിൾ 14 എന്തൊക്കെ പറയുന്നു? നിയമത്തിന് മുന്നിലുള്ള സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണവും. ഓക്കെ ആണോ? ആർട്ടിക്കിൾ 15 എന്ത് പറയുന്നു? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. എന്താണ്? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. ഇനി ഏതിന്റെയൊക്കെ വിവേചനത്തിൽ നിന്നെന്ന് പഠിക്കണം കേട്ടോ. ജാതി, മതം, വിശ്വാസം, ലിംഗം, ഭാഷ, ജന്മദേശം. 6 കാര്യങ്ങൾ മറക്കരുത്. പരീക്ഷയിൽ കോമ ഇട്ട് ചോദിക്കും. ഓക്കെ, ഏതൊക്കെയാണ്? ജാതി, മതം, വിശ്വാസം, ലിംഗം, ഭാഷ, ജന്മദേശം. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. ജാതി, മതം, വിശ്വാസം, ലിംഗം, ഭാഷ, ജന്മദേശം. ശരിയായില്ല, ഒന്നുകൂടെ പറ. ജാതി, മതം, വിശ്വാസം, ലിംഗം, ഭാഷ, ജന്മദേശം. ഇവയുടെ അടിസ്ഥാനത്തിൽ നിന്നും ആരെ വേർതിരിക്കാൻ പാടില്ല? ഒരു പൗരനെ, ഒരു വ്യക്തിയെ വേർതിരിക്കാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 16 പറയുന്ന അറിയാലോ, അവസര സമത്വം. അതായത് പൊതു നിയമനങ്ങളിലെ എന്തിനെ കുറിച്ച് പറയുന്നു? അവസര സമത്വം എന്ന് പറയുന്നു. ഓക്കെ, പൊതു നിയമനങ്ങളിലെ അവസാന സമത്വം. അതായത് ജാതി, മതം, ലിംഗം, ദേശം കേട്ടോ. ജാതി, മതം, ലിംഗം, ദേശം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ലെന്ന് ഭരണഘടന എന്ത് ചെയ്യുന്നു? അനുശാസിക്കുന്നുണ്ട് അല്ലെ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലുള്ളതാണ്. എന്നാൽ ആർട്ടിക്കിൾ 14 പൊതു നിയമനങ്ങളിൽ എന്ത് ചെയ്യണം? അവസര സമത്വം എന്ത് ചെയ്യുന്നു? ഭരണഘടന ഉറപ്പ് നൽകുന്നു. ഓക്കെ, നമ്മുടെ പൊതു നിയമനങ്ങൾ എന്ന് പറയുമ്പോൾ സർക്കാർ ജോലികൾ കേട്ടോ. ഇവിടെ ഒരു കേസ് ഞാൻ പറയാം. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം പറയാം. സർക്കാർ ജോലികളിലെ സ്ഥാനക്കയറ്റത്തിന് സംവരണം ആവശ്യമില്ല. എന്താണ്? സർക്കാർ ജോലികളിലെ സ്ഥാനക്കയറ്റത്തിന് സംവരണം ആവശ്യമില്ല. ഇത് സ്ഥാനക്കയറ്റത്തിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. സംവരണം പരിഗണിക്കേണ്ടതില്ല. ഇങ്ങനെ ഒരു കേസുണ്ട്. ഏതാ? BK പവിത. ഏതാണ്? BK പവിത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഏതാണ്? BK പവിത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു? സർക്കാർ ജോലികളിലെ സ്ഥാനക്കയറ്റത്തിന് എന്തിന്റെ ആവശ്യമില്ല? സംവരണം ആവശ്യമില്ല എന്ന്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. നമ്മൾ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു. 16 പ്രകാരം എന്തെന്ന് പറഞ്ഞു? അവസരങ്ങളും സമത്വമാണെന്ന് പറഞ്ഞു അല്ലേ? എല്ലാ പൗരന്മാർക്കും തുല്യ അവസരം എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നോക്ക ജനവിഭാഗത്തിന് അർഹമായ സംവരണം നൽകുന്നതിന് ഭരണഘടന എന്ത് ചെയ്യുന്നു? അധികാരം നൽകുന്നുണ്ട്. എന്താണ്? പിന്നോക്ക ജനവിഭാഗത്തിന് അർഹമായ സംവരണം നൽകുന്നതിന് എന്ത് ഭരണഘടന അധികാരം നൽകുന്നുണ്ട്. അത് 16 ക്ലോസ് 4 16 പറയുന്നത്. എന്തെന്ന് പറയുന്നു? പിന്നോക്ക ജനവിഭാഗത്തിന് അർഹമായ സംവരണം നൽകുന്നതിന് അധികാരം നൽകുന്നു. ഓക്കെ ആണോ? ശരി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 16(4) അടിസ്ഥാനത്തിലായിക്കാണ് പിന്നീട് മുന്നോക്ക സംവരണം. മുന്നോക്കങ്ങളിൽ സാമ്പത്തികം കുറഞ്ഞ 10% പേർക്ക് അല്ലേ സംവരണം അനുവദിച്ചുകൊണ്ട്. എത്രാമത്തെ അമെൻമെന്റാ? 100 കഴിഞ്ഞിട്ടാണ് 103. എത്രാമത്തെ അമെൻമെന്റിലാണ്? 103. അപ്പൊ മുന്നോക്ക സംവരണവുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ഏതാണ്? 103. ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം, പരിരക്ഷാ വിവേചനം എന്നുള്ള ഒരു വേർഡ് നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ് പരിരക്ഷാ വിവേചനം? ഒന്നുകൂടെ പറഞ്ഞ വേർഡ്, പരിരക്ഷാ വിവേചനം. അതായത് എന്താണെന്ന് പറഞ്ഞുതരാം. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും, പറഞ്ഞു നോക്കിയേ, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും അനുകൂലമായി നിയമനത്തിൽ സംവരണം നടത്താൻ ഭരണഘടന രാഷ്ട്രത്തിന് എന്ത് ചെയ്യുന്നു? അനുമതി നൽകുന്നു. ഭരണഘടന രാഷ്ട്രത്തിന് അനുമതി നൽകുന്നു. അതാണ് ഏത്? പരിരക്ഷാ വിവേചനം. ഒന്നുകൂടെ പറയട്ടോ, എന്താണ് പരിരക്ഷാ വിവേചനം? സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും അനുകൂലമായി നിയമനത്തിൽ സംവരണം നൽകാൻ ഭരണഘടന രാഷ്ട്രത്തിന് അനുമതി നൽകുന്നു. ഇതിനെന്തെന്ന് പറയുന്നു? പരിരക്ഷാ വിവേചനം എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ പിന്നോക്ക ജനവിഭാഗത്തിന് അർഹമായ സംവരണം നൽകുന്നതിന് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാ? 16(4). ഏതാണ്? 16(4). അപ്പൊ 16 പറഞ്ഞു, 16(4) പറഞ്ഞു. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, അല്ലെ? മഹാത്മാഗാന്ധി കി ജയ് എന്ന കരഘോഷങ്ങളോട് കൂടി പാസാക്കിയ ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17. എന്തിനെ കുറിച്ച് പറയുന്നു? അയിത്ത നിർമാർജനം, അല്ലെ? അയിത്ത വിരുദ്ധ നിയമം എന്നാണെന്ന് വെച്ചാൽ 55. അത് പിന്നീട് വന്നൊരു നിയമമാണ്. ഇതിലെ ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മറ്റൊരു നിയമമാക്കി ഇറങ്ങി. ഏതാണ്? 1955 ജൂൺ 1-നാണ് കേട്ടോ. 1955 ജൂൺ 1-നാണ് ഏത്? അയിത്ത വിരുദ്ധ നിയമം. പിന്നീട് അതൊരു ഭേദഗതി വന്നിട്ടുണ്ട് 1975 ശേഷമുള്ള വർഷം 1976 അയിത്ത വിരുദ്ധ നിയമത്തിന് ഭേദഗതി വന്നതെന്നാണ് 1976. അപ്പം മഹാത്മാഗാന്ധി കി ജയ് എന്ന കരഘോഷത്തിലൂടെ പാസാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഓക്കെയാണോ? അപ്പൊ 14 എന്തെന്ന് പറയുന്നു? നിയമത്തിന് മുന്നിലുള്ള സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണവും, ഈക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. 16 അവസര സമത്വം, പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. 16(4) പിന്നോക്ക വിഭാഗ ജനകത്തിന് അർഹമായ സംവരണം നൽകുന്നതിന് അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ഇനി 18 ബഹുമതികൾ, അല്ലെ? സ്ഥാനമാനങ്ങൾ, ബഹുമതികൾ നിർത്തലാക്കൽ. ഇതിൽ പറയുന്നത് എന്താ? രാഷ്ട്രപതിയുടെ അനുവാദമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബഹുമതി സ്വീകരിക്കുന്നത് ഈ ആർട്ടിക്കിൾ പ്രകാരമാണ് തടയുന്നത്. ഒരാൾക്ക് ഒരു പ്രത്യേക ബഹുമതി നൽകുന്നതിനെ ഈ ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? തടയുന്നു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, സാമൂഹിക സാംസ്കാരിക സേവനങ്ങൾക്കും വ്യക്തിയുടെ ധീരതയ്ക്കും ഇതിനെന്ത് ചെയ്യുന്നു? അനുമതി നൽകുന്നുണ്ട്. ഏതൊക്കെയാണ്? സാമൂഹിക സാംസ്കാരിക സേവനങ്ങൾക്കും വ്യക്തിയുടെ ധീരതയ്ക്കും എന്ത് ചെയ്യുന്നു? ബഹുമതികൾ എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. അതായത് ഭാരതരത്നം എന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? പത്മശ്രീ കൊടുക്കുന്നുണ്ട്. പിന്നെ പരമവീര ചക്രം, ഇതൊക്കെ ധീരതയ്ക്ക് വേണ്ടി നൽകുന്നതാണ്, അല്ലെ? പരമവീര ചക്രം ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബഹുമതിയായിട്ട് നൽകുന്നുണ്ട്. അപ്പൊ 18 എന്താ പറയുന്നത്? ബഹുമതികൾ നിർത്തലാക്കൽ. രാഷ്ട്രപതിയുടെ അനുവാദമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊന്നും എന്ത് സ്വീകരിക്കാൻ പാടില്ല? ബഹുമതികൾ സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ സുപ്രീം കോടതി നിരീക്ഷിച്ച ഒരു കാര്യം പറയാം. ഈ ഭാരതരത്നവും പത്മശ്രീ എന്നും ആർട്ടിക്കിൾ 18 കീഴിൽ വരുന്നതല്ല എന്നൊരു നിരീക്ഷണം നടത്തി. ഏത് കേസാണെന്ന് പറയോ? ബാലാജി. ഏതാണ്? ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. കേസ് പറ. ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഏതാണ്? ഒന്നുകൂടെ പറ. ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് എന്ത് പറയുന്നത്? ഭാരതരത്നം പത്മശ്രീ എന്നിവ ആർട്ടിക്കിൾ 18 കീഴിൽ വരുന്നതല്ല എന്ന് ആര് നിരീക്ഷിച്ചു? സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിരീക്ഷിച്ചു? സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഓക്കെയാണോ? അപ്പൊ 17 എന്താ പറയുന്നത്? അയിത്ത നിർമാർജനം. 18 എന്താണ്? ബഹുമതികൾ നിർത്തലാക്കൽ. ഇനി 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 19 എന്താ പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് 19 പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. പൗരസ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. 19 മുതൽ 22 വരെ. ഇതില് 19 മുതൽ 22 വരെ എന്തിനെ കുറിച്ച് പറയുന്നു?
സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് മുതൽ ഏത് വരെ? 19 മുതൽ 22. നേരത്തെ നമ്മൾ സമത്വത്തിനുള്ള അവകാശം പറഞ്ഞില്ലേ? ആ സമത്വത്തിനുള്ള അവകാശങ്ങൾ 14 മുതൽ 18 വരെയാണ് പറയുന്നത്. ഓക്കെ, 12 എന്ത് പറയുന്നു? സ്റ്റേറ്റിന്റെ നിർവചനം. 13 എന്ത് പറയുന്നു? മൗലികാവകാശങ്ങളെ ഒരു നിയമം മൂലം എന്ത് ചെയ്യില്ല, മാറ്റങ്ങൾ വരുത്താനോ നിരോധിക്കാനോ അല്ലെങ്കിൽ അതിന് തടസ്സം സൃഷ്ടിക്കാനോ കഴിയില്ല. അങ്ങനെയുള്ള നിയമങ്ങൾ അസാധുവാക്കും എന്ന് ഏതിൽ പറയുന്നു? ആർട്ടിക്കിൾ 13 പറയുന്നു. ഓക്കെ, അടുത്ത 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഈ പൗരസ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം, മൗലിക അവകാശങ്ങളുടെ നട്ടെല്ലെന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 19 മുതൽ 22 വരെ. ജനാധിപത്യ വിജയത്തിന് ഏറ്റവും അനിവാര്യമായ അവകാശങ്ങളാണ് സ്വാതന്ത്ര്യവും സമത്വവും. ഓക്കെ, ഏതാണ്? സ്വാതന്ത്ര്യവും സമത്വം. അതായത് 14 മുതൽ 22 വരെ അല്ലേ? ജനാധിപത്യ വിജയത്തിന് ഏറ്റവും അനിവാര്യമായ അവകാശങ്ങളാണ് സമത്വത്തിനുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും. മൗലിക അവകാശങ്ങളിൽ ഏറ്റവും മൗലികമായത് ഏതെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൗലിക അവകാശങ്ങളിൽ ഏറ്റവും മൗലികമായതെന്ന് അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 19 ക്ലോസ് പറയാം അല്ലെ? അത് നമുക്ക് ക്ലോസ് എന്താണെന്ന് പഠിക്കാം. 19 അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. അടുത്ത നോക്കിയോ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 358 പ്രകാരം റദ്ദാക്കപ്പെടുന്ന അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ഏതൊക്കെയാണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 358 പ്രകാരം റദ്ദാക്കപ്പെടുന്ന അവകാശങ്ങളാണ് ഏതിൽ പറയുന്ന? ആർട്ടിക്കിൾ 19. 19 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഏതാണ്? പൗര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. 6 തരത്തിലുള്ള പൗര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഏതിൽ പറയുന്ന? 19 പറയുന്നത്. 19 ക്ലോസ് 1 A, 1 A, 1 B, 1 C അങ്ങനെയാണ് പറയുന്നത്. ഏത് നോക്കാം. 19(1)A പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. 19(1)A എന്താ പറയുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. ഈ മാധ്യമ സ്വാതന്ത്ര്യവും അറിയാനുള്ള അവകാശമൊക്കെ ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും പെടുന്നതാണ് എന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? നിരീക്ഷിച്ചിട്ടുണ്ട്. ഏത് കേസെന്ന് വെച്ചാൽ നവീൻ ജിണ്ടാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഏത് കേസാണ്? നവീൻ ജിണ്ടാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ്. എന്താ പറഞ്ഞത്? മാധ്യമ സ്വാതന്ത്ര്യവും അറിയുവാനുള്ള അവകാശവും ഒരു പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൊക്കെ ഉൾപ്പെടുന്നത് ആണെന്ന് പറഞ്ഞു അല്ലെ? 19(1)A അപ്പൊ എന്താ പറയുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. 19(1)B ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുവാനുള്ള അവകാശം. എന്താണ്? ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം. 19(1)C സംഘടനാ സ്വാതന്ത്ര്യം. 19(1)C എന്താ പറയുന്നത്? സംഘടനാ സ്വാതന്ത്ര്യം. അതായത് നമ്മൾ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കൂലേ? ട്രേഡ് യൂണിയനുകൾ, സഹകരണ സംഘങ്ങളില്ലേ? ഇതൊക്കെ രൂപീകരിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിൽ? 19(1)C അടിസ്ഥാനത്തിൽ. ഇനി സർക്കാർ സർവീസിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യുക? സർവീസ് സംഘടനകളുണ്ട് അല്ലേ? സർവീസ് സംഘടനകൾ. അത് സർവീസ് റൂളിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതൊക്കെ പ്രവർത്തിക്കുന്നത്. അതാണ് പറഞ്ഞ സംഘടനാ സ്വാതന്ത്ര്യം. സർക്കാർ സർവീസ് ആയാലും എന്തുണ്ട്? സംഘടനാ സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ 19(1)C എന്താ പറയുന്നത്? സംഘടനാ സ്വാതന്ത്ര്യം. 19(1)A ആണെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. 19(1)B ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം. 19(1)C സംഘടനാ സ്വാതന്ത്ര്യം. 19(1)D D ഫോർ ഡ്രൈവ്. 19(1)D സഞ്ചാര സ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യം. നമുക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? അത് പൂർണ്ണമാണോ? ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ പറ്റൂ? ഇല്ല. പക്ഷെ ഒരു നിരോധിത സ്ഥലത്ത് നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് സഞ്ചരിക്കാൻ പറ്റൂ? ഇല്ല. അതിനൊരു നിയന്ത്രണം ഉണ്ട്. നമുക്ക് കൈവീശി നടക്കാനുള്ള അധികാരമുണ്ട് അല്ലേ? അല്ലേ? വേറൊരാളെ മുഖത്ത് കിട്ടുന്ന രീതിയിൽ കൈവീശാൻ പറ്റൂ? ഇല്ല. അവിടെ എന്ത് ചെയ്യുന്നു? നമ്മളെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു? അവിടെ നിർത്തേണ്ടതാണ്, അവിടെ ഹനിക്കപ്പെടേണ്ടതാണ്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഈ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നതെങ്കിലും അതിനൊരു നിയന്ത്രണം ഉണ്ട്. അതായത് മൗലിക അവകാശം അനിയന്ത്രിതമല്ല. ശരിയല്ലേ? മൗലികാവകാശം
അനിയന്ത്രിതം അല്ല. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ എവിടെയും കയറി എന്തും പറയാൻ പറ്റും ഇല്ല, അതിന് പരിമിതികൾ ഉണ്ട്. ഓക്കെ. 19D പറഞ്ഞത് അപ്പൊ എന്താ? സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെ. നിരോധിക്കപ്പെട്ട ഒരു സ്ഥലത്ത് പ്രവേശനം ഉണ്ടാ? ഇല്ല, അത് ആലോചിച്ചാൽ മതി. 19(1)E താമസം, പാർപ്പിട സ്വാതന്ത്ര്യം. 19(1)E പറയുന്നത് പാർപ്പിട സ്വാതന്ത്ര്യം. എഫ് ഇല്ല കേട്ടോ. എഫ് എന്താ? നേരത്തെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. 19(1)G ആണ് അടുത്ത് പറയുന്നത്. 19(1)G തൊഴില്, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം അല്ലെ. തൊഴില്, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അല്ലെ. തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് ഒരു മോശമായ തൊഴിൽ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ഓക്കെ. അപ്പൊ തൊഴില്, മോശമായ വ്യാപാരം ചെയ്യാൻ പറ്റൂ? പറ്റതില്ല. അപ്പൊ തൊഴില്, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് 19G പറയുന്നത്. ഏതിനൊക്കെ കുറിച്ച് പറയുന്നു? തൊഴില്, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഓക്കെ. 19(1)A എന്താ പറയുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. 19(1)B ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കാനുള്ള അവകാശം. 19(1)C സംഘടനാ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. 19(1)D സഞ്ചാര സ്വാതന്ത്ര്യം. 19(1)E പാർപ്പിട സ്വാതന്ത്ര്യം അല്ലെ. 19(1)F പറയുന്നത് തൊഴില്, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ മൗലികാവകാശങ്ങൾ 6 ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇതിൽ സമത്വ അവകാശം ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെ? 14 മുതൽ 18 വരെ പറയുന്നു അല്ലെ. 14 മുതൽ 18. 12 എന്തെന്ന് നമ്മൾ പറഞ്ഞു? സ്റ്റേറ്റിന്റെ നിർവചനം. 13 ഒരു നിയമം പാസ്സാക്കാനോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് അല്ലെ. അവിടെ ഒരു ചെറിയൊരു പവർ വരുന്നുണ്ട്. എന്താ? ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളൊരു അധികാരം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജുഡീഷ്യൽ റിവ്യൂ എന്നൊരു കാര്യം ഡയറക്റ്റ് പറയുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? നമ്മളൊരു നിയമം ഉണ്ടാക്കിയാൽ അത് പരിശോധിക്കാനുള്ള അധികാരം ഭരണഘടനയ്ക്ക് നിരക്കുന്നതാണോ, ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഏത്? ജുഡീഷ്യൽ റിവ്യൂ. ആ ഒരു കാര്യം ആർട്ടിക്കിൾ 13 കീഴിൽ വരുന്നുണ്ട്. ആ 13 മാത്രമല്ല, വേറെ നമ്മുടെ ഭരണഘടന എടുക്കുമ്പോൾ വേറെ പല ആർട്ടിക്കിളിലും ഈ ഒരു ആശയം എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഡയറക്റ്റ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല. അപ്പൊ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വ അവകാശത്തെ പറഞ്ഞു. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ. 14 എന്തെന്ന് പറഞ്ഞു? 14 നിയമത്തിന് മുന്നിലുള്ള സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണവും. 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. 16 അവസര സമത്വം. 16A പിന്നോക്ക ജനവിഭാഗത്തിന് അർഹമായ സംവരണം നൽകുന്നതിന് ഭരണഘടന എന്ത് ചെയ്യുന്നു? അധികാരം നൽകുന്നു. ഓക്കെ ആണോ? ശരി. 17 അയിത്ത നിർമാർജനം. 18 ബഹുമതികൾ അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. 19 പൗരസ്വാതന്ത്ര്യം അല്ലെ. പൗരസ്വാതന്ത്ര്യത്തെ കുറിച്ച്, മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് അല്ലെ. പൗരസ്വാതന്ത്ര്യം അല്ലെങ്കിൽ മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. 19(1)A പറഞ്ഞു, B പറഞ്ഞു, C പറഞ്ഞു, D പറഞ്ഞു, E, F ഇല്ല, G പറഞ്ഞു അല്ലെ. G എന്താണ് പറഞ്ഞ? തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 20 നോക്കിയാലോ? 20 നോക്കാം. 20 എന്താ പറയുന്നത്? ഒരു കുറ്റാരോപിതനായ ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ കുറിച്ചാണ്. എന്താണ്? കുറ്റാരോപിതനായ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ. അതായത് കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം എന്ത് ചെയ്യണം? ശിക്ഷ നൽകണം. അതായത് ഇപ്പോൾ നമ്മളെ 2025 ഒരാള് തെറ്റ് ചെയ്തു അല്ലേ. അയാൾ അറസ്റ്റ് ചെയ്തു, വിചാരണ നടക്കുകയാണ്. അയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞത് 2027 വിചാരിച്ചു. ഓക്കെ. 2026 അതുമായി ബന്ധപ്പെട്ട ഒരു നിയമവും വന്നിട്ടുണ്ട്. അപ്പോൾ 2026 നിയമം പ്രകാരം അയാൾക്ക്
ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അയാൾ തെറ്റ് ചെയ്ത എപ്പോഴാണ്? 2025. 2025 ഏതാണോ നിയമം ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശിക്ഷ വിധിക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. അതിനെ പറയുന്ന ഒരു വേർഡാണ് ഡബിൾ ജിയോപാഡി. എന്താണ്? ഡബിൾ ജിയോപാഡി. ഒരു കുറ്റം ചെയ്താൽ ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യാൻ പറ്റില്ല? ശിക്ഷിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അയാൾ അറസ്റ്റ് ചെയ്തു, വിചാരണ ചെയ്തു, വിചാരണ തടവുകാരനായ ജയിലിൽ കിടക്കുകയാണ്. അയാൾ 6 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? ശിക്ഷ പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പൊ അയാൾ ചെയ്ത തെറ്റിനുള്ളത് മാക്സിമം 12 വർഷമാണ് ശിക്ഷ. ഓക്കെ, അപ്പൊ അയാൾ എത്ര വർഷത്തേക്ക് വിധിക്കും? പിന്നെ 6 വർഷത്തേക്ക് വിധിക്കുള്ളൂ. കാരണം എന്താ? 6 വർഷം അയാൾ ആൾറെഡി എന്ത് ചെയ്തു? തടവ് അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ വീണ്ടും 12 വർഷത്തേക്ക് വിധിക്കൂ? ഇല്ല. അതാണ് പറയുന്നത്, ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യാൻ പറ്റൂല? ശിക്ഷിക്കാൻ പാടില്ല. വീണ്ടും 12 വർഷത്തേക്ക് ശിക്ഷിച്ചാൽ മൊത്തം എത്ര വർഷമാവും? 18 വർഷമായി പോകും അല്ലേ? അപ്പോൾ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല. അതിനെന്ത് പറയുന്നു? ഡബിൾ ജിയോപാഡി എന്ന് പറയുന്നു. ഓക്കെ, ഇനി സ്വയം സാക്ഷിയാവാൻ നിർബന്ധിക്കാൻ പാടില്ല. നിയമപരമായി ആ കുറ്റപ്രതി പറയാണ് ഞാൻ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ഓക്കെ ആണ്. അല്ലാതെ സ്വയം സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ എന്ത് ചെയ്യാൻ പറ്റൂല? പാടില്ല അല്ലേ? നമ്മുടെ വീട്ടിന്റെ ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് കൂമ്പിനിട്ട് 2 ഇടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? സമ്മതിച്ചു പോകും. അത് പാടില്ല എന്നാണ് എന്ത് പറയുന്നത് ഇവിടെ പറയുന്നത്. അത് ശാസ്ത്രീയമായ തെളിവിന്റെ ഇതിലൊക്കെ പോലീസ് അന്വേഷിച്ച് എന്ത് ചെയ്യണം? കണ്ടെത്തണം അല്ലേ? എന്നാലും പലപ്പോഴും അത് നടക്കൂല അല്ലേ? ചിലപ്പോൾ കയ്യൂക്കിന്റെ ബലത്തിലൊക്കെ തന്നെയാണ് ശിക്ഷ എന്ത് ചെയ്യുന്നത്, കുറ്റം എന്ത് ചെയ്യുന്ന ഏറ്റു പറയുന്നത്. അപ്പൊ 20 പറയുന്നത് കുറ്റ ആരോപിതരുടെ അവകാശമാണ്. ആ സെന്റൻസ് ശ്രദ്ധിച്ചോളാം. കുറ്റ ആരോപിതർ പ്രതിയായ തെളിഞ്ഞ ഇല്ല. കുറ്റ ആരോപിതനായ ഒരു വ്യക്തി അല്ലെ, അവർക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 3 ഞാൻ പ്രധാനമായും പറഞ്ഞത്. എന്താണ്? കുറ്റം നടന്ന സമയത്തുള്ള നിലവിലുള്ള നിയമപ്രകാരത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശിക്ഷിക്കാൻ പറ്റുള്ളൂ. രണ്ടാമതാ പറഞ്ഞേ, ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യാൻ പറ്റൂല? ശിക്ഷിക്കാൻ പറ്റില്ല. 3 എന്താണ്? സ്വയം സാക്ഷി പറയാൻ എന്ത് ചെയ്യില്ല? നിർബന്ധിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെയാണ് അത്രയും കാര്യങ്ങൾ? ഓക്കെയാണോ? അപ്പൊ നമ്മൾ 20 വരെ പറഞ്ഞു. എത്രയിൽ നിന്ന്? 12 നിന്നും 20 വരെ പറഞ്ഞു. ഇനി ബാക്കിയുള്ള ആർട്ടിക്കിൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്. നമ്മൾ ഈ പോർഷൻ പഠിച്ചിട്ട് പ്രീവിയസ് ചെയ്യുമ്പോഴല്ലേ കുറച്ചുകൂടെ വ്യക്തമാവുന്നത്. ഓക്കെ ആണല്ലോ? ശരി, ഇന്നത്തെ നിർത്താം.